സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാർക്ക് വോട്ടെടുപ്പിന് മുമ്പ് നൽകിയ വാക്ക് സർക്കാർ മറന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്നായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനം. ഇന്നലെ ഏപ്രിൽ പിന്നിട്ടപ്പോൾ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി. തെരഞ്ഞെടുപ്പിന് മുൻപ് 3 മാസത്തെ പെൻഷനാണ് 2 വട്ടമായി നൽകിയത്. അപ്പോൾ കുടിശ്ശികയായി ഉണ്ടായിരുന്നത് 4 മാസത്തെ പെൻഷൻ. ഏപ്രിൽ പിന്നിട്ടതോടെ കുടിശ്ശിക 5 മാസത്തോളമായി. ഇത് 8000 രൂപ വീതം വരും. എന്നിട്ടാണ് സ്വന്തം ശമ്പളം വർദ്ധിപ്പിക്കുന്നത്. 2024 ജനുവരി 23-ന് നിയമസഭാ സമ്മേളനവും ബജറ്റ് സമ്മേളനവും ചേരുമ്പോൾ മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം കൂട്ടാനുള്ള ശുപാർശ സർക്കാർ ഏതാണ്ട് അതേപടി അംഗീകരിക്കാൻ തീരുമാനിച്ചത്. VD സതീശന് ചുണയുണ്ടെങ്കിൽ സംസ്ഥാനം ഭീതിതമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വർധനവ് വേണ്ടെന്ന് പറയാൻ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതേസമയം ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് സതീശനും പിണറായിയും ചർച്ച നടത്തിയെന്നാണ് ലഭിക്കുന്ന സൂചന. ശമ്പള വർധനവിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവിധ അലവൻസുകളിൽ 30 മുതൽ 35% വരെ വർധനയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതാണ് 50% വർദ്ധിപ്പിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നിയമസഭ സാമാജികരുടെ ശമ്പള വർധനവ് ശുപാർശ സർക്കാരിന് മുന്നിലെത്തുന്നത്. ദൈനംദിന ചെലവുകൾ കൂടിയ സാഹചര്യത്തിൽ ആനുകൂല്യങ്ങളും അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോഴാണ് സർക്കാർ കമ്മീഷനെ വച്ചത്. 2023 ജൂലൈയിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ഏകാംഗ കമ്മീഷനായി മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. 2023 നവംബറിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വ്യത്യാസം വരുത്താതെ അലവൻസുകളും ആനുകൂല്യങ്ങളും 30 മുതൽ 35% കൂട്ടാനായിരുന്നു ശുപാർശ. യാത്രാ ചെലവുകൾ, ഫോൺ സൗകര്യം, ചികിത്സാ താമസം തുടങ്ങി വിവിധ അലവൻസുകളിലെല്ലാം വർധനവിന് നിർദ്ദേശമുണ്ട്. മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതെടുക്കാൻ കാലതാമസം ഉണ്ടായില്ല. കേരളത്തിൽ 2018-ലാണ് ഇതിനു മുൻപ് സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്. മന്ത്രിമാരുടെ ശമ്പളം 55,012-ൽ നിന്ന് 97,429-ആയും MLA-മാരുടെ ശമ്പളം 39,500-ൽ നിന്ന് 70,000-ആയിട്ടുമാണ് അന്ന് വർദ്ധിപ്പിച്ചിരുന്നത്. മന്ത്രിമാരുടെ യാത്രാബത്ത കിലോമീറ്ററിന് 10 രൂപയിൽ നിന്ന് 15 രൂപയാക്കുകയും ചെയ്തിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സ്കെയിലിൽ ഇതിനോടകം മാറ്റം വന്നെന്നും ജീവിത ചെലവ് എല്ലാവർക്കും ഒരുപോലെയാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നടപടി. എന്നാൽ കേരളത്തിലെ MLA-മാർക്ക് ലഭിക്കുന്നത് അത്ര ചെറിയ ശമ്പളമല്ല. ഇപ്പോൾ തന്നെ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം നൽകാനായി കടമെടുക്കേണ്ട സ്ഥിതിയുള്ളപ്പോഴാണ് കേരളത്തിൽ ജനപ്രതിനിധികൾക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നത്.